നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. അപ്പോൾ പാകിസ്ഥാൻ ബഹിഷ്കരണ നടപടിയൊക്കെ പിൻവലിച്ചുകൊണ്ട് മാച്ചിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നാളെ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. USA-ക്കെതിരെയും നമീബിയക്കെതിരെയും മികച്ച പ്രകടനം നടത്തിയവരെ നമ്മൾ ടീമിൽ ഉൾക്കൊള്ളിച്ചാണ് ഈ ലൈനപ്പ് ഉണ്ടാക്കിയത്. ഈ ടീമിൽ നിന്ന് നമ്മൾ നമീബിയക്കെതിരെയും അതുപോലെ തന്നെ USA-ക്കെതിരെയും മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ നമ്മൾ ടീമിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു മികച്ച ഇലവനെയാണ് ഇന്ന് പാകിസ്ഥാനെതിരെ അണിനിരത്താൻ പോകുന്നത്. അപ്പോൾ ഇതിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം, അതൊക്കെ കമൻ്റ് ആക്കിക്കോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകണ്. അപ്പോൾ നമ്മുടെ ഓപ്പണറായിക്കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇഷാൻ കിഷനെയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മയെയുമാണ്. അപ്പോൾ അഭിഷേക് ഈ കളിക്ക് എന്തായാലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പാകിസ്ഥാനെതിരെ ഒരു മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരവും അതുപോലെ തന്നെ ഏഷ്യ കപ്പിലും അതുപോലെ തന്നെ പാകിസ്ഥാനെതിരായ മറ്റു പല മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയ താരമാണ് നമ്മുടെ അഭിഷേക് ശർമ്മ. ഇഷാൻ കിഷനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവർ തന്നെയായിരിക്കും നമ്മുടെ ഓപ്പണിങ്. ഇനി നമ്മളൊരു മാറ്റം വരുത്തിക്കുന്ന 3-ാം സ്ഥാനമാണ്. അപ്പോൾ 3-ാമത് ശരിക്കും സൂര്യയാണ് വരുന്നത്. അവിടേക്ക് നമ്മളിപ്പോൾ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-ാം സ്ഥാനത്തേക്കാണ് നമ്മുടെ സൂര്യകുമാറിനെ ഞാൻ ആക്കിയത്. അപ്പോൾ 4-ാമതായിക്കൊണ്ട് വരുന്നത് നമ്മുടെ തിലക് വർമ്മയാണ്. നമ്മുടെ 5-ാം സ്ഥാനമായിക്കൊണ്ട് വരുന്നത് നമ്മുടെ ക്യാപ്റ്റനായ സൂര്യകുമാറാണ്. 6-ാമത് നമ്മുടെ ശിവൻ ദുബെ. അപ്പോൾ ഞാൻ ശിവൻ ദുബേനാണ് ഈ പ്രാവശ്യം നമ്മൾ ഫിനിഷർ എന്ന റോളിൽ ഉൾപ്പെടുത്തിയത്. കാരണം 2 കളിയിലും റിങ്കു സിംഗ് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആള് USA-ക്കെതിരായ മത്സരത്തിൽ നിന്ന് 14 ബോളിൽ 6 റണ്ണും അതുപോലെ തന്നെ നമീബിയക്കെതിരെ 6 ബോളിൽ 1 റണ്ണും മാത്രമാണ് ടീമിന് വേണ്ടി എടുക്കാൻ സാധിച്ചത്. അപ്പോൾ റിങ്കു സിംഗിനെ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല. മറ്റു പല പൊസിഷനുകളിലും മാറ്റമുണ്ടായാലും ഈ ഒരു പൊസിഷനിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. മികച്ച 2 ഓൾറൗണ്ടേഴ്സാണ് നമ്മുടെ ഈ സ്ഥാനം പിടിച്ചിരിക്കുന്നത്, ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ അക്സർ പട്ടേലും. അപ്പോൾ ഇവർ രണ്ടുപേരും മികച്ച പ്രകടനമാണ് 2 മത്സരങ്ങളിലും നടത്തിയത്. ഇനി നമ്മുടെ ബൗളിംഗ് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പിൻ യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും. അപ്പോൾ അതിന് പുറമെ നമുക്ക് അക്സർ പട്ടേൽ ഉണ്ടെങ്കിലും വരുൺ ചക്രവർത്തിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഫാസ്റ്റ് ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ ഹർഷദീപ് സിംഗ് അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ. ഇപ്പോൾ ഈ 3 ഓപ്ഷനുകളുണ്ട്. ഹർഷദീപിനെ മാറ്റിക്കൊണ്ട് ഞാൻ മുഹമ്മദ് സിറാജിനെ ആഡ് ആക്കണ്. ഹർഷദീപ് മോശം പ്രകടനമല്ല നടത്തിയത്, എന്നാൽ കൂടിയും നമ്മൾക്ക് പാണ്ഡ്യ, ബുംറ അതുപോലെ തന്നെ ശിവൻ ദുബെ ഈ ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ഒരു ഫാസ്റ്റ് ബോളറെ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ പരമാവധി ഒരു ബാറ്റിങ്ങിന് സപ്പോർട്ട് എന്ന രീതിയിൽ ഒരു പ്ലെയറെ ആയിരിക്കും ടീമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു കളി ഹർഷദീപിന് പകരം സിറാജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ടീമൊന്ന് വേഗത്തിൽ നോക്കുകയാണെങ്കിൽ 1-ാമനായിട്ട് ഇഷാൻ കിഷൻ, 2-ാമതായിട്ട് അഭിഷേക് ശർമ്മ, 3-ാമനായിട്ട് സഞ്ജു, 4-ാമനായിട്ട് തിലക് വർമ്മ, 5-ാമനായിട്ട് സൂര്യകുമാർ, 6-ാമനായിട്ട് ഹാർദിക് പാണ്ഡ്യ, 7-ാമനായിട്ട് ശിവൻ ദുബെ, 8-ാമനായിട്ട് അക്സർ പട്ടേൽ, 9-ാമനായിട്ട് വരുൺ ചക്രവർത്തി, 10-ാമനായിട്ട് മുഹമ്മദ് സിറാജ്, 11-ാമതായിട്ട് ബുംറ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. അപ്പോൾ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മികച്ച സ്ക്വാഡിനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കമൻ്റ് ആക്കിക്കോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.